അമേരിക്കയുടെ മുൻകൂട്ടിയുള്ള ആക്രമണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ച യുദ്ധം ഇപ്പോൾ ഇറാന്റെ തിരിച്ചടികളാൽ നീണ്ടുപോവുകയാണ്. ഇതിനിടെയാണ് ട്രംപിന്റെ പ്രതികരണം ചർച്ചയാകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ഉടൻ അവസാനിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഒന്നുകൂടെ പ്രസിഡന്റ് പറഞ്ഞു, US വേണ്ടത്ര വിജയിച്ചില്ല എന്ന സത്യം അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് യുദ്ധത്തിൽ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ ആത്യന്തിക വിജയമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ട്രംപ് ആത്മവിശ്വാസം ചോരാതെ പറയുന്നുണ്ട്. ഇറാന്റെ യുദ്ധം വളരെയേറെ പൂർത്തിയായതായി ഞാൻ കരുതുന്നു. US പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മുൻപാണ് യുദ്ധത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. CBS ന്യൂസിനോടാണ് ട്രംപ് ഇക്കാര്യം പറയുന്നത്. ഇറാനെതിരായി USന്റെ സൈനിക നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. കൂടാതെ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലെടുക്ക് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നതായി ട്രംപ് പറയുന്നുണ്ട്. അതായത് ഹോർമൂസ് കടലെടുക്ക് ഏറ്റെടുക്കുന്നതിലൂടെ രാജ്യത്തെ വ്യാപാര കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ട്രംപ് കണക്കുകൂട്ടുന്നത്. യുദ്ധം 4 ആഴ്ച വരെ നീണ്ടുപോയാലും USന് പ്രശ്നമില്ലെന്നായിരുന്നു മുൻപ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. അതേസമയം ടെഹ്റാനിലേക്ക് 2ാം ഘട്ട ആക്രമണം ആരംഭിച്ചതായി ഇസ്രയേൽ അറിയിക്കുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ തടഞ്ഞതായി തുർക്കി, UAE, കുവൈത്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും അറിയിക്കുന്നു. ഗൾഫ് മേഖലകളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലാണ് മിസൈൽ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മനാമയിലെ ജനവാസ മേഖലയിലായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. സൗദിയിൽ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായി. അൽഖർജ് ഗവർണറേറ്റിലാണ് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇറാന്റെ 2 ഡ്രോണുകളും ഒരു ബാലിസ്റ്റിക് മിസൈലുകളും മാത്രമാണ് സൗദി അറേബ്യയ്ക്ക് തകർക്കാനായത്. സൗദിയുടെ കിഴക്കൻ മേഖലയിലെ ലക്ഷ്യമിട്ടെത്തിയ ബാലിസ്റ്റിക് മിസൈലും രാജ്യം പ്രതിരോധിച്ചു. അതിനിടെ ഇറാഖ് കുർദിസ്ഥാനിലെ UAE കോൺസുലേറ്റിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തെ UAE അപലപിച്ചു. പ്രതികളെ പിടികൂടാൻ ശക്തമായ നടപടി വേണമെന്നാണ് ഇറാഖിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനുമായുള്ള US ഇസ്രയേൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും UAE ആവശ്യപ്പെടുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ UAEയുടെ പ്രതിനിധിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 2 ആഴ്ചയോളമായി തുടരുന്ന ആക്രമണം ആശങ്ക വർദ്ധിപ്പിക്കുമെന്നും UAEയുടെ UN പ്രതിനിധി വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളും ലോകരാജ്യങ്ങൾ നടത്തുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്നാണ് ഇന്ത്യയിലെ UAE അംബാസിഡർ ഹുസൈൻ ഹസൻ മിർസ പറയുന്നത്. ഇറാൻ, ഇസ്രയേൽ എന്നീ 2 രാജ്യങ്ങളുമായി മോദിക്കുള്ള അടുത്ത ബന്ധം ഈ സമാധാന ശ്രമങ്ങൾക്ക് കരുത്തേകുമെന്ന് UAE വിലയിരുത്തുന്നുണ്ട്. ഗൾഫ് മേഖലകളെ ആശങ്കയൊഴിയാൻ ഇന്ത്യയുമായുള്ള ചർച്ചകൾ പുരോഗതി ഉണ്ടാകുമെന്നാണ് UAE കരുതുന്നത്. ഈ സംഘർഷത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും UAEയുടെ മണ്ണ് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനുള്ള താവളമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും മിർസ പറയുന്നുണ്ട്. അമേരിക്കയുടെ വലിയ നഷ്ടങ്ങൾക്കപ്പുറം മറ്റു രാജ്യങ്ങളുടെ ഭാവിയും രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങളും ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. വലിയ ശക്തികളായ അമേരിക്കയ്ക്ക് അടക്കം നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇനി യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാനാകുമോ എന്നാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ ചിന്തിക്കുന്നത്. യുദ്ധം ഇനി അമേരിക്കയുടെയും ഇറാന്റെയും ഇനിയുള്ള തിരിച്ചടികൾക്കനുസരിച്ച് ആഴ്ചകളോളം നീണ്ടു നിന്നേക്കാം.